റോമർ 2-ാം അധ്യായം ഒന്നുകൂടെ വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ച വിട്ടുപോയതാണ്. കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാമെന്ന് കരുതുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം തൊട്ട് ആണ് പൗലോസ് അപ്പോസ്തലൻ വിഷയത്തിലേക്ക് കടക്കുന്നത്. 18-ാമത്തെ വാക്യത്തിൽ ദൈവം തൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ എല്ലാവർക്കും വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് എല്ലാ മനുഷ്യരുടെയും ബുദ്ധിക്ക് തെളിവായിട്ട് ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ ആ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് മനുഷ്യന് കഴിയുന്നില്ല. സൃഷ്ടാവിനേക്കാൾ അധികം സൃഷ്ടിയെ ആരാധിക്കുന്നു. സൃഷ്ടിയിലുള്ള മനുഷ്യൻ, പക്ഷി, ഇഴജന്തു, നാൽക്കാലി ഇവയൊക്കെ ആരാധിക്കുന്നതായിട്ടാണ് 1-ാം അധ്യായത്തിൻ്റെ 18 തൊട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ മഹത്വീകരിക്കാതെ, നന്ദി കരയറ്റാതെ സൃഷ്ടിയിലുള്ള പക്ഷി, ഇഴജന്തു, നാൽക്കാലി എന്നിവയെ ആരാധിച്ചു. അങ്ങനെ ദൈവത്തെ അപമാനിച്ചു. അതുകൊണ്ട് ദൈവം അവരെ കൈവിട്ടു. അവരുടെ ജീവിതത്തിൽ ഉള്ള ദോഷങ്ങളെക്കുറിച്ച്, പാപങ്ങളെക്കുറിച്ചാണ് ഒരു 22 കൂട്ടം പാപങ്ങളെക്കുറിച്ച് അവിടെ 29 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അത് കഴിഞ്ഞ് ഇത് പറഞ്ഞിരിക്കുന്നത് ജാതികളെക്കുറിച്ച്. ജാതികളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നേരിട്ട് ലഭിക്കാത്ത ജനങ്ങളെക്കുറിച്ചാണ്. അവർക്ക് ദൈവത്തെ അറിയുവാനായിട്ടുള്ള മാർഗമെന്ന് പറയുന്നത് സൃഷ്ടിയിൽ നിന്നുള്ള ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ മനസ്സിലാക്കുവാനേ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങളും 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വരെയും യഹൂദനെ കുറിച്ചാണ് പൊതുവായിട്ട് പറയുന്നത്. 2-ാം അധ്യായം മുഴുവന് നേരിട്ട് ന്യായപ്രമാണം ലഭിച്ചവർ. കഴിഞ്ഞ ദിവസം നമ്മൾ 10 കൽപ്പനയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. ദൈവം മോശ മുഖാന്തരം അവർക്ക് 10 കൽപ്പനകൾ കൊടുത്തു. എബ്രായ ലേഖനത്തിൽ പറയുന്ന ദൂതന്മാർ മുഖാന്തരം കൊടുത്തു. ഏതായാലും ദൈവം നേരിട്ട് മോശയുടെ കയ്യിൽ 10 കൽപ്പനകൾ കൊടുത്തു. പിന്നെ അവരുടെ മറ്റ് ലോസൊക്കെ കൊടുത്തിരിക്കുന്ന മോശ മുഖാന്തരം ആവർത്തന പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലൊക്കെ നാം അത് വായിക്കുന്നു. ഇവിടെ അങ്ങനെ നേരിട്ട് ന്യായപ്രമാണം ലഭിച്ചവരെ കുറിച്ച് അവർക്ക് സംഭവിച്ച അവരുടെ തെറ്റെന്താണ് നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണ്. പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കാനായിട്ട് പോകുന്നു. 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം എന്താ? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട്. അപ്പോൾ എല്ലാവരും പാപികളാണെന്നുള്ളത് സ്ഥാപിക്കണം, തെളിയിക്കണം. അതിന് ആദ്യം ജാതികളിൽ നിന്നുള്ളവർ, അതായത് ന്യായപ്രമാണം ലഭിക്കാത്തവരെല്ലാം പാപികളാണെന്നുള്ളത് സ്ഥാപിച്ചു കഴിഞ്ഞു. 1-ാം അധ്യായത്തിൻ്റെ 18 തൊട്ട് 29-ാമത്തെ വാക്യം വരെ സൃഷ്ടാവിനേക്കാൾ അധികം സൃഷ്ടിയെ ഭജിച്ചു, വിഗ്രഹങ്ങളെ ആരാധിച്ച് അത് സ്ഥാപിച്ചു. 2-ാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ യഹൂദനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 11 വാക്യങ്ങളിൽ യഹൂദൻ എന്നുള്ള പേര് നേരിട്ട് പറയുന്നില്ല. പക്ഷേ 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കാൻ അവൻ്റെ ഇഷ്ടം അറിഞ്ഞും അവിടെ യഹൂദൻ എന്ന് നേരിട്ട് പറയുന്നു. എന്നാൽ ഇത് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഭാഗവും യഹൂദനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അഭിമാനം ഉണ്ടായിരുന്നു. അഭിമാനമെന്നോ ഒരു ഇത്തിരി അഹങ്കാരമെന്നോ പറയാം. കാര്യം ഞങ്ങൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നേരിട്ട് ലഭിച്ചിട്ടുള്ള, ഞങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. അങ്ങനെ ഞങ്ങളൊരു പ്രത്യേക ജനമാണ്, ഒരു സവിശേഷതയുള്ള ജനമാണെന്നുള്ള വലിയൊരു ചിന്ത യഹൂദന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു തങ്ങളുടെ യഹൂദനായി പിറന്നതുകൊണ്ടുള്ള യഹൂദന്മാരുടെ പ്രാർത്ഥന പറയുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്: കർത്താവേ, ദൈവമേ, ഞാനൊരു സ്ത്രീയായും ജാതിയിൽപ്പെട്ട ഒരുവനായിട്ട്, ജെൻഡയിൽ ഡോഗ്സ് എന്നാണ് അവർ പറയുന്നത്, ജാതി
സ്ത്രീയായിട്ടും ഒരു ജാതിയിൽപ്പെട്ട ഒരുവനായിട്ടും ജനിക്കാഞ്ഞതുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ സ്ത്രീയെ ഒത്തിരി അടിച്ചമർത്തിയിട്ട ഒരു സമൂഹമായിരുന്നു യഹൂദൻ്റെ സമൂഹം. പിന്നെ അതുപോലെ ജാതികളിൽപ്പെട്ടവർ അവർ അഗ്രധർമ്മി പരിച്ഛേദനക്കാർ, അങ്ങനെ രണ്ട് സർക്കംസൈസ്ഡ് ഗ്രൂപ്പ് ആൻഡ് അൺസർക്കംസൈസ്ഡ് ഗ്രൂപ്പ്. പരിച്ഛേദനക്കാരെന്നുള്ള ഒരു പുച്ഛത്തിലാണ് അവർ മറ്റുള്ളവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ന്യായപ്രമാണം ഒക്കെ ലഭിച്ചിട്ടുണ്ട്, ന്യായപ്രമാണം കേൾക്കുന്നുണ്ട്. മാത്രമല്ല യഹൂദൻ്റെ പഴയ കാലത്തെ ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നിങ്ങളുടെ നെറ്റിക്ക് അതെന്തായിരിക്കണം? പട്ടമായിരിക്കണം. കൈകളിലൊക്കെ കെട്ടണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ യഹൂദന്മാർ അതങ്ങ് ലിറ്ററലി അനുസരിച്ചൊരു വിഭാഗം. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളെ അവരെ മന്ത്രപ്പട്ട വലുതാക്കണം. മന്ത്രപ്പട്ട എന്ന് പറഞ്ഞാൽ മന്ത്രം എഴുതി കെട്ടിയ ഈ ന്യായപ്രമാണത്തിലുള്ളതൊക്കെ എഴുതി അവരെ അരയിലൊക്കെ കെട്ടി വെക്കുവാൻ, ചിലർ നെറ്റിയെ കെട്ടുവാൻ, കൈകളിൽ കെട്ടുവാൻ, എഴുതി കെട്ടി വെക്കുവാൻ. പക്ഷെ എവിടോട്ട് പോയിട്ടില്ലായിരുന്നു? ഹൃദയത്തിലോട്ട് പോയിട്ടില്ല. ആചരണത്തിലാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഹൃദയത്തിൽ ഈ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഹൃദയത്തിൽ ചെല്ലുന്നതിനെ കുറിച്ച് അവർ വലുതായിട്ട് കണക്കാക്കിയത്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 2-ാം അധ്യായത്തിൽ പറയുന്നു, അതുകൊണ്ട് വിധിക്കുന്ന, 1-ാം വാക്യം തൊട്ട് നോക്കിയാൽ, വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയുവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയും. മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാൻ, അവര് ജാതികളിൽപ്പെട്ടവർ തെറ്റുകാരാണ്. അത് ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥന നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്. പരീശൻ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഈ നിൽക്കുന്നവനെ പോലെ അല്ല, നേടുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നു, പിന്നെ ഞാൻ ന്യായപ്രമാണം കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നു, ശബത്ത് ആചരിക്കുന്നു, കൽപ്പനകളൊക്കെ പ്രമാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തന്നെ നീതീകരിച്ച് നടക്കുന്ന ഒരു വിഭാഗമായിരുന്നു യഹൂദന്മാർ. അപ്പോൾ ദശാംശം കൊടുക്കണമെന്നുള്ളതൊക്കെ അവർ വളരെ കൃത്യമായിട്ട് പാലിച്ചിരുന്നെന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്നും ഓർക്കുന്നില്ല. ഒരു വീട്ടിൽ ചെന്നപ്പോൾ യഹൂദന് ഒരപ്പനും മോനും കൂടി ഇരുന്ന് കടുക് വെള്ളമെടുത്തിട്ട് എണ്ണുക. 10 കടുക് ഇങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ 1 കടുക് അപ്പുറത്തോട്ട് ഇടും. കാര്യം 10-1 ദൈവത്തിനുള്ളത്. എന്തുകൊണ്ടാണ് എണ്ണുന്നതെന്നറിയാമോ? നാഴിയിൽ അളന്ന് പോയി 2 കടുക് ചിലപ്പോൾ ദൈവത്തിന് കൂടുതലാവും, അല്ലെങ്കിൽ 2 കടുക് പുള്ളിക്ക് കൂടുതലാവും. ഇത് എണ്ണയാണെന്നുണ്ടെങ്കിൽ കൃത്യം 10-1 ദൈവത്തിന് ചെല്ലും. ദൈവത്തിന് കൂടുതലും ചെല്ലത്തില്ല, പുള്ളിക്ക് കുറയത്തുമില്ല, പുള്ളിക്ക് കൂടുതലാകത്തില്ല ദൈവത്തിന്. ഞാൻ പറഞ്ഞത് ആ അക്ഷരാർത്ഥത്തിൽ ഇതിനെ അനുസരിക്കുവാൻ താല്പര്യപ്പെട്ട ഒരു സമൂഹമായിരുന്നു യഹൂദന്മാർ. അതുകൊണ്ട് എഴുതി കെട്ടണമെന്ന് പറയുമ്പോൾ നെറ്റിക്ക് കെട്ടും, കയ്യെ കെട്ടും, കൊണ്ടു നടക്കും, മന്ത്രപ്പട്ടമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് മറ്റുള്ളവരെ പുച്ഛിച്ച് തള്ളുകയുമാണ്. അവരിതൊന്നും അനുസരിക്കുന്നില്ല, ഞങ്ങളെ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. നമുക്കും അറിയാമല്ലോ, നമ്മുടെ ഇടയിലും അങ്ങനെ ഉണ്ട്. ഞങ്ങൾ കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്നു, ഞങ്ങൾ കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നു, ഞങ്ങൾ കൃത്യമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നു. പക്ഷേ അവർ അതുപോലൊന്നും അല്ല, അവർ ദശാംശം കൊടുക്കുന്നില്ല, അവരങ്ങനെയല്ല. മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു സ്വഭാവം, ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, അത് യഹൂദന് വളരെ വളരെ കൃത്യമായിട്ടുണ്ട്. അത് അന്നത്തെ യഹൂദന് മാത്രമല്ല, ഇന്നത്തെ വിശ്വാസികളെന്ന് പറയുന്ന എല്ലാ ആളുകളുടെയും ഹൃദയത്തിൽ ഈ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കൊച്ചു പയ്യനെ സ്കൂളിലെ ക്ലാസ്സിലെ ഫോട്ടോ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചിട്ട് അവൻ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുക. ഇവൻ വലിയ വഴക്കാളിയാണ്, ഇവനൊന്നും എഴുതത്തില്ല, ഇവൻ കുത്തി വരയ്ക്കുക, ഇവൻ അടുത്തിരിക്കുന്ന പയ്യനെ അടിക്കും, ഇതുള്ളൂ. ഇതെല്ലാം പറഞ്ഞ് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ ഞാനേ ഉള്ളൂ ഞങ്ങളുടെ ക്ലാസ്സിൽ നല്ല കുട്ടി. ഈ മനോഭാവം കൊച്ചു പിള്ളേർക്കെന്ന പോലെ വിശ്വാസികളുടെ ഇടയിലായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയുവാൻ ഇല്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. ഇവിടെ പറയുന്ന ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കും. ഗോഡ്സ് ജഡ്ജ്മെൻറ്റ് ഈസ് അക്കോർഡിംഗ് ടു ട്രൂത്ത്. അത് ഒന്നാമത്തെ കാര്യം. ദൈവത്തിൻ്റെ വിധിയെക്കുറിച്ച് 2-3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഗോഡ്സ് ജഡ്ജ്മെൻറ്റ് ഈസ് അക്കോർഡിംഗ് ടു ട്രൂത്ത്. We know that the judgment of God rightly falls on those who
പ്രാക്ടീസ് സച്ച് തിങ്സ്. അപ്പോൾ ദൈവത്തിൻ്റെ വിധി, യഹൂദനൊരു നാഷണൽ ആൻഡ് റിലീജിയസ് പ്രൈഡ് ഉണ്ട്. ഞങ്ങൾ ദൈവം തിരഞ്ഞെടുത്തൊരു ജാതിയാണെന്നും ദൈവം പ്രത്യേകമായിട്ട് വേർതിരിച്ചതാണെന്നും ഞങ്ങൾ മാത്രമേ സത്യം അറിഞ്ഞിട്ടുള്ളതും മറ്റുള്ളവരാരും സത്യം അറിഞ്ഞില്ലെന്നും ഞങ്ങളാണിത് കൃത്യം പരിപാലിക്കുന്നതെന്നും പാലിക്കുന്നതെന്നും ഒക്കെ ഉള്ള ഒരു ചിന്ത യഹൂദൻ എപ്പോഴും ഉണ്ടാകും. പക്ഷെ ദൈവത്തിൻ്റെ വിധി എപ്പോഴും എങ്ങനെയാണ്? സത്യം എവിടെയാണെന്ന് നോക്കിയാണ് ദൈവം വിധിക്കുന്നത്. God's truth is according, God's judgment is according to truth. ഈ കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, അല്ല, ദൈവം ശമൂവേലിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ശമൂവേൽ ദാവീദിൻ്റെ വീട്ടിൽ ഒരു രാജാവിനെ തിരഞ്ഞെടുക്കാനായിട്ട് വരും. രാജാവിനെ തിരഞ്ഞെടുക്കാനായിട്ട് വരുമ്പം നീ ഇശായിയുടെ വീട്ടിൽ ചെല്ലാൻ പറയും. ഇശായിയുടെ വീട്ടിൽ ചെന്ന് ഇശായിയുടെ മക്കളെ എല്ലാം വരുത്താൻ പറയും. വരുത്താൻ പറയുമ്പോൾ ശമൂവേൽ വന്ന ഇന്ന കാര്യത്തിനാണെന്നുള്ളത്. അപ്പോൾ മൂത്ത വലിയ കിടികെട്ടിയന്മാരെ എല്ലാം വരുത്തി, നീളമുള്ളവർ, പൊക്കമുള്ളവർ, നല്ല ഒരു രാജാവാകാൻ യോഗ്യതയുള്ളവരെ എല്ലാം അപ്പനെ വരുത്തി. പിന്നെ പിള്ളേരെല്ലാം ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇനി ഒരുത്തനുണ്ട്, അവൻ ആടിനെ തീറ്റാൻ പോയിരിക്കും. അങ്ങനെ ശമൂവേൽ പറയുന്നില്ല, അവനോട് വന്നിട്ട് ഞാൻ ഭക്ഷണത്തിന് ഇരിക്കുന്നത്. അവൻ വന്നു, പക്ഷെ അവൻ്റെ തലയിൽ തൈലക്കും. ആദ്യം ഒരുത്തൻ ഏലിയാബിനെ കൊണ്ട് അപ്പൻ മുന്നേ നിർത്തിയപ്പം പറയുന്നുണ്ട്, അവൻ്റെ നീളമോ പൊക്കമോ നോക്കരുത്, ഞാനവനെ തവിടിയിരിക്കും. അവിടെയാണ് പറയുന്നത്, മനുഷ്യൻ കണ്ണിന് കാണുന്നത് പോലെ നോക്കുന്നു, ദൈവമോ. ഇസ്രായേലിന് രാജാവായിരിക്കേണ്ടവൻ, ഒരു പക്ഷേ ദാവീദ് അതുകൊണ്ടായിരിക്കും ഒരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നുവെങ്കിലും യഹോവ എന്നെ ചേർത്തു. അപ്പൻ്റെ നോട്ടത്തിൽ ദാവീദ് ഇസ്രായേലിന് രാജാവാകാൻ ഈ ഉള്ളവരെ വെച്ച് അങ്ങ് ഭക്ഷണത്തിന് ഇരുത്തിയായിരുന്ന ശമൂവേൽ ആരുടെയും തലയിൽ ഒഴിച്ചേച്ച് അങ്ങ് പോയി. എല്ലാവരും വരണം. ദാവീദിനെ തിരഞ്ഞെടുത്തു. ആടിനെ നോക്കാം. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നിന്നെ ആടിനെ നോക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന് ഇസ്രായേലിൻ്റെ രാജാവാക്കി. അപ്പം ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ്. ദൈവം എപ്പോഴും ഹൃദയത്തെ നോക്കുന്ന ദൈവം, സത്യം എവിടെയുണ്ടെന്ന് നോക്കുന്ന ദൈവം. സത്യം അനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് ജാതികൾക്കൊരു സ്റ്റാൻഡേർഡും യഹൂദന് വേറൊരു സ്റ്റാൻഡേർഡും ഒന്നും ഒരിക്കലും ഇല്ല. ദൈവം നീതിയോട് വിധിക്കുന്ന ദൈവം. നമുക്ക് ഈ എന്തുവാ പ്രോഡിഗൽസ് ആണ്, മുടിയപുത്രൻ്റെ കഥയിൽ, മുടിയപുത്രൻ്റെ കഥയിലും നോട്ടത്തിൽ ആരാ ഏറ്റവും കുഴപ്പക്കാരൻ? ഇളയ മോൻ. പക്ഷേ മൂത്ത മോനും. ആ കഥ കർത്താവ് പറയുന്ന, യേശു പറയുന്നത് എപ്പോഴാണെന്നറിയാം? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. 15-ാം അധ്യായത്തിൽ 3 കാര്യങ്ങൾ കർത്താവ് പറയുന്നു. ഒന്ന്, ഒരു മനുഷ്യന് 100 ആടുണ്ട്, ഒരെണ്ണം കൂട്ടം തെറ്റിപ്പോയി, 99 വിട്ടേച്ച് ഒരെണ്ണത്തിനെ അന്വേഷിച്ച് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, കാണാതെ പോയതിനെ കണ്ടു കിട്ടിയത് കൊണ്ട് സന്തോഷിക്കും. 10 ദ്രഹ്മ ഒരു സ്ത്രീക്കുണ്ടായിരുന്നു, ഒരെണ്ണം കാണാതെ പോയി, ആ വീടെല്ലാം അടിച്ചു വാരി കാണാതെ പോയതിനെ കണ്ടു കിട്ടി. ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു, അതിൽ ഒരു ചെറുക്കം കാണാതെ പോയി. അവൻ തിരിച്ചു വരുന്നതിൻ്റെ കഥയാണ്. പക്ഷെ അവൻ തിരിച്ചു വരുമ്പോൾ ഈ മൂത്ത സഹോദരൻ എന്നാ ചെയ്യുന്നത്? ആ പിണങ്ങി മാറിയിരിക്കുക. വീട്ടിലെന്തോ ആഘോഷം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, നിൻ്റെ ഇളയ സഹോദരൻ പോയിട്ട് വന്നതാണ്, വസ്തുവക നാനാവിധമാക്കി കളഞ്ഞു, വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ വലിയ ആഘോഷം. ഇപ്പം മൂത്തവൻ പെരയ്ക്കകത്തോട്ട് പോലും കയറാൻ മടിച്ച് പുറത്ത് നിൽക്കും. എന്നിട്ട് അവൻ പറയുന്ന ന്യായം എന്നാണെന്നറിയാം, ഇത് മുഴുവൻ നശിപ്പിച്ചോ വന്നപ്പോൾ നീ വലിയ ആഘോഷം നടന്നു. എന്നാൽ ഇത്രയും നാളെ നിൻ്റെ കൂടെ വിശ്വസ്തമായിട്ട് നീ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് എനിക്ക് ഒരു ദിവസം പോലും എൻ്റെ കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിക്കാൻ നീ അവൻ്റെ ഉദ്ദേശം എന്തുവാ? ഇളയവൻ പോയെന്നേ ഉള്ളൂ, ഇവൻ പോയില്ല. പക്ഷെ അവൻ്റെ മനസ്സിലിരിപ്പ് ഏതാണ്ടൊക്കെ വ്യത്യാസമില്ല. എന്നിട്ട് ഈ കളഞ്ഞു പോയവനെ കണ്ടു കിട്ടിയെന്നുള്ള സന്തോഷമല്ല അവൻ്റെ ഹൃദയത്തിൽ. അത് കർത്താവ് പറയുന്നത്, ഈ കർത്താവ് ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം തിന്നു കുടിക്കുന്നു എന്നിവരെ അവനെ, യേശുവിനെ കുറ്റപ്പെടുത്തിയപ്പം ഈ ചുങ്കക്കാരും പാപികളും എന്ന് പറയുന്ന ഇളയ മകനെ മുഴുവൻ നാനാവിധമാക്കി കളഞ്ഞു. പക്ഷേ ഈ മൂത്ത മകനെന്ന് പറയുന്ന ആരാ? പരീശന്മാരും ശാസ്ത്രിമാരും. ഇവർ തിരിച്ച് കർത്താവിനെ അറിയുന്നത് ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഇഷ്ടമല്ല. ഇന്ന് സമൂഹത്തിൽ നമുക്ക് ഇങ്ങനെയുള്ളത് ഒത്തിരി കാണാൻ.
കള്ളു കുടിച്ച് കാനെ കിടക്കുന്ന ഒരുത്തൻ നന്നായി വരുമ്പം, അല്ലെങ്കിൽ നശിച്ചു പോയ ഒരുത്തൻ തിരിച്ചു വരുമ്പം ഇവനെയൊക്കെയാണ് ഇപ്പം കയറ്റി ഇരുത്തി. ഈ ഒരു ചിന്താഗതി എല്ലാ സമൂഹത്തിലും. പക്ഷേ വേദോസ്തം പറയുന്നത് ദൈവം ഹൃദയത്തെ നോക്കുന്നത്, ദൈവത്തിൻ്റെ വിധി സത്യ അനുസരണം. ഗോഡ്സ് ജഡ്ജ്മെന്റ് ഈസ് അക്കോർഡിംഗ് ടു ട്രൂത്ത്. രണ്ടാമത് പിന്നെ യഹൂദിൻ്റെ തെറ്റിനെ കുറിച്ച് പറയുക. മൂന്നാമത്തെ വാക്യം, ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നനയ്ക്കുന്നു. ഇനി നാലാമത്തെ വാക്യം, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നുവെന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. ആറാമത്തെ വാക്യം, അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം. രണ്ടാമത് ദൈവത്തിൻ്റെ വിധി, ഗോഡ്സ് ജഡ്ജ്മെന്റ് ഈസ് അക്കോർഡിംഗ് ടു ഡീഡ്സ്. ഒന്നാമത് നമ്മൾ കണ്ടത് ഗോഡ്സ് ജഡ്ജ്മെന്റ് ഈസ് അക്കോർഡിംഗ് ടു ട്രൂത്ത്, സത്യാനുസരണം. ഇവിടെ ദൈവം ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം കൊടുക്കും. ഓരോരുത്തരുടെയും പ്രവൃത്തിക്ക് തക്ക പകരം കൊടുക്കും. ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, ഒരു അനുതാപമില്ലാത്ത ഹൃദയം. അഞ്ചാമത്തെ വാക്യം, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചലനിച്ചു വെക്കുന്നു. പിന്നെ ഏഴാമത്തെ വാക്യം, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. അനുതാപമില്ലാത്ത ഹൃദയം മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റവിടെ. ഇംപെനിറ്റന്റ് ഹാർട്ട്. ഒരനുതാപവും ഇല്ല ജീവിതത്തിൽ. എത്ര കഷ്ടം ജീവിതത്തിൽ വന്നാലും ഒരനുതാപവും ഇല്ലാത്ത പലരെയും നമുക്ക് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മൾ അനുതപിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മളെ കൈക്കൊള്ളും. അനുതാപമില്ലാത്ത ഹൃദയം, അതൊരു ശാഠ്യം. ഞാൻ എന്നാ തെറ്റ് ചെയ്തിട്ടാ, എനിക്ക് എന്നാ കുഴപ്പം, ഞാൻ എന്നാ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് അനുഭവിക്കേണ്ടി വരുന്നത്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ വളരെ യോഗ്യമായിട്ട് ജീവിച്ചുള്ളൂ എന്ന് പറയുന്നൊരു മനോഭാവം നമുക്ക് മിക്കവാറും കാണാൻ കഴിയും. ഇതൊരു ശാഠ്യം. അവസാനം തീരെ വയ്യാതെ കിടക്കുമ്പം പോലും സ്വയം നീതീകരിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം എവിടെയാ? ദൈവം കരുണ തോന്നുന്നു. വേദോസം പറയുന്നത് ദൈവം ആർക്ക് കൃപ നൽകുന്നെന്ന് പറഞ്ഞിട്ടെ. 1 പത്രോസ് 5:1 പത്രോസ് 5:5 വായിച്ചു. 5 സെക്കൻഡ് പാർട്ട് വായിച്ചാൽ 1 പത്രോസ് 5:5. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുകയും, അതല്ലേ? അതെ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുകയും ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെ താണിരിക്കുന്നവർക്ക്, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നത്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മലയാളത്തിൽ തന്നെ ഒരു ചൊല്ലുണ്ട്, താണനിലത്ത് നീരോടും അവിടെ ദൈവം തുണ ചെയ്യും. മലയാളത്തിൽ തന്നെ ഒരു ചൊല്ലുണ്ട്. ദൈവത്തിൻ്റെ കൃപ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നു. ഇത് എത്രയും കിളത്തിയാൽ അത്രയും കുറച്ച്. ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. പവർ ഫ്ലോസ് ഫ്രം എ ഹയർ ലെവൽ ടു എ ലോവർ ലെവൽ. ശരിയാണ്. ദൈവത്തിൻ്റെ ശക്തിയാണെങ്കിലും അത് തന്നെ. പവർ ഫ്ലോസ് ഫ്രം എ ഹയർ ലെവൽ ടു എ ലോവർ ലെവൽ. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി ഒഴുകി വരണമെന്നുണ്ടെങ്കിൽ എത്രയും താഴ്ത്തി കൊടുത്താൽ അത്രയും ഒഴുകി, എത്രയും പൊക്കി പിടിച്ചാലും ഒഴുക്ക് കുറയും. താഴ്മയുള്ളവർക്കും അവൻ കൃപ നൽകും. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ ശാഠ്യം എന്ന് പറയുന്നതാണ്
ജീവിതത്തിലെ ഏറ്റവും വലിയ ദോഷം. ഞാൻ ചിലപ്പോൾ പ്രയാസം തോന്നിയിട്ടുണ്ട് ചിലരുടെ കാര്യത്തിൽ. ചിലരുടെ ഞാൻ പറഞ്ഞത് ദൈവമേ ഇച്ചിരൂടെ ഒന്ന് അനുദമിച്ചിരുന്നെങ്കിൽ, ഇച്ചിരൂടെ ഒന്ന്. പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞാൽ അവരെ ഒഫൻഡ് ചെയ്യുകയായിരിക്കും, റിലേഷൻഷിപ്സ് മോശമാകും. തന്നെയല്ല, നമുക്ക് അങ്ങനെ അങ്ങ് ബ്ലൈറ്റൻ്റ് ആയിട്ട് ഓൺ ദ ഫേസ് ഒന്നും പറയാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാനേ പറ്റത്തില്ല. ചിലരങ്ങ് പറയല്ലേ, ഞാനങ്ങ് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാനങ്ങ് ദൈവത്തെ അങ്ങ് മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ചൊന്നുമല്ല, ദൈവം എന്നെ മുറുകെ പിടിച്ചു. ഞാൻ ദൈവത്തെ അങ്ങ് മുറുകെ പിടിച്ചത് കൊണ്ട് ദൈവം എന്നെ കുഴപ്പമൊന്നുമില്ലാതാണ് നടത്തി. ഞാനങ്ങ് പ്രാർത്ഥിച്ചു, ഞാനങ്ങ് പിടിച്ചു വെച്ചങ്ങ് പ്രാർത്ഥിച്ചു, അതിങ്ങ് വാങ്ങിച്ചു. ദൈവം ഇങ്ങനെ കൈ അങ്ങ് ഇങ്ങനെ മുറുക്കി പിടിച്ച് പുറകിൽ കെട്ടി നിൽക്കുകയായിരുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഞാൻ പുറകിൽ ചെന്ന് ദൈവത്തിൻ്റെ കൈ അഴിച്ച് അതിൻ്റെ അകത്തുനിന്ന് ഇതിങ്ങെടുത്ത് അനുഗ്രഹം കൊണ്ട് ഉപയോഗിച്ചു. ഇതൊക്കെ ഒരു താഴ്മയില്ലാത്ത ഹൃദയം. ദൈവം ഹൃദയത്തെ അറിയുന്ന ദൈവം. അങ്ങനെ ആർക്കും ദൈവത്തിൻ്റെ കൈ തുറക്കാനൊന്നും പറ്റത്തില്ല. ദൈവത്തിൻ്റെ കൈ തുറക്കുന്നത് താഴ്മയുള്ളിടത്തോട്ട് തുറക്കും. ശാഠ്യവും അനുതാപമില്ലാത്ത ഹൃദയം. ഈ ശാഠ്യത്തെക്കുറിച്ച് പറയുന്ന വേറൊരു കാര്യം 1 ശമൂവേൽ 15:23. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയുമാണ്. അപ്പോൾ വിഗ്രഹാരാധനയ്ക്ക് വേറൊരു നിർവചനം കൂടെ അവിടെ ഉണ്ട്. ശാഠ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പാന്നുള്ള ആ ഒരു ചിന്താഗതി. അത് എന്തിനോട് തുല്യമാണെന്നാണ് പറയുന്നത്? മിഥ്യാപൂജ, ഇല്ലാത്തതിനെ ആരാധിക്കുന്നതിനാണ്. മിഥ്യാമൂർത്തികൾ എന്ന് പറഞ്ഞാൽ ഫേക്ക് അല്ലേ? ഇംഗ്ലീഷ് ബൈബിളിൽ എങ്ങനെയാണ് കിടക്കുന്നത്? 1 ശമൂവേൽ 15:20. ഇല്ലാത്തതിനെ ആരാധിക്കുന്ന മാത്രമല്ല വിഗ്രഹാരാധന. ശാഠ്യം വിഗ്രഹാരാധനയാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല അല്ലേ? ശാഠ്യം വിഗ്രഹാരാധനയാണെന്ന് ഇതുവരെയും മനസ്സിൽ ചിന്തിച്ച് കാണത്തില്ല. For rebellion is as the sin of divination, and presumption is as iniquity and idolatry. അതിക്രമം പോലെ മിഥ്യാപൂജ, ഇല്ലാത്തതിനെ ആരാധിക്കുന്ന ഈ സെൽഫ് സീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ആ തൻ പ്രമാണിച്ച് ഞാൻ പിടിച്ചത് ജയിക്കുക, ആ ഒരു ചിന്തയാണ് പലപ്പോഴും മനുഷ്യനെ തെറ്റിലേക്ക്, മനുഷ്യനെ ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുന്നതിൽ നിന്നില്ലാതാക്കി. ശൗലിൻ്റെയും ശമൂവേലിൻ്റെയും ജീവിതം ചിന്തിച്ചാൽ, ശൗലിൻ്റെയും ദാവീദിൻ്റെയും ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ട്. ദാവീദാണ് ഏറ്റവും ഭയങ്കരമായ പാപം ചെയ്ത വ്യക്തി. പക്ഷേ ശൗൽ അത്രയൊന്നും പാപം ആ നിലയിൽ ചെയ്തിട്ടില്ല. വ്യഭിചാരവും കൊലപാതകവും ഒന്നും ശൗലിൻ്റെ ജീവിതത്തിൽ ഇല്ല. പക്ഷേ ദാവീദിന് അനുതാപം ഉണ്ടായി, ദാവീദിന് കൃപ ലഭിച്ചു. പക്ഷെ ശൗല് ദൈവം അവനെ ഇസ്രായേലിന്റെ രാജാവാക്ക് നിമിത്തം അനുദമിച്ചെന്നാണ്. എന്തോ ഈ ഹൃദയങ്ങളുടെ വ്യത്യാസം. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു, യൂദ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. പത്രോസിനെ കുറിച്ച് പറയുന്ന പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. പക്ഷെ പുറത്തിറങ്ങി ആദ്യ ദുഃഖത്തോടെ കരഞ്ഞു. യൂദായും ഒരു വിധത്തിൽ പറഞ്ഞാൽ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തെന്നും പറഞ്ഞ് ആ 30 വെള്ളിക്കാശ് കൊണ്ട് തിരിച്ചു കൊടുക്കുന്നു. അവർ വാങ്ങിക്കാഞ്ഞപ്പം കൊണ്ട് അത് എറിഞ്ഞു കളയുന്നു. പക്ഷേ അവിടെ അവന് കൃപ ലഭിച്ചു. എന്താ കാരണം? എന്തോ ഭയത്തിൽ നിന്നുള്ള ചിന്തയാണ്. അനുതാപിച്ചില്ലെന്ന് നമുക്കങ്ങ് പറയാൻ അങ്ങനെ തന്നെ. പക്ഷെ ഹൃദയത്തെ ശോധന ചെയ്യുന്നൊരു ദൈവത്തിന് ഏതാണ് യഥാർത്ഥത്തിലുള്ള അനുതാപമെന്ന് തിരിച്ചറിയും. ഹൃദയത്തെയും അന്തരീന്ദ്രങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിന് നമ്മളെപ്പോഴും അതാ മുമ്പേ പറഞ്ഞ പോലെ പുറമേ ഉള്ളതാണ്. പലരും യൂദായിക്ക് വേണ്ടി വാദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. യൂദായെ നീതീകരിച്ച്
എന്തുകൊണ്ട് എന്നാൽ പത്രോസിനെ ഒരു ക്ഷമിച്ചെങ്കിൽ പത്രോസിൻ്റെ ആവേശത്തിലാണ് പത്രോസ് പറയുന്നത്, കർത്താവേ ഞങ്ങൾ നിന്നെ തള്ളി പറയത്തില്ല, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് കർത്താവ് തന്നെ പറയുന്നുണ്ട്, ശീമോനെ ശീമോനെ നിങ്ങളെ ഗോതമ്പ് പോലെ മാറ്റേണ്ടതിന് സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. അപ്പൊ ദൈവത്തിന് ആ ഹൃദയത്തെ, ആ സമയത്ത് യൂദായെക്കുറിച്ച് പറയുമ്പോൾ എന്തുവാ പറയുന്നത്? അത് ഒരു സ്ത്രീ സ്വച്ഛ ജഡമാംസി തൈലം അവൻ്റെ കാൽക്കൽ ഒഴിച്ച് തലമുടി കൊണ്ട് തോർത്തിയല്ലോ. അപ്പം പറയുന്നത് ഇത് വിറ്റായിരുന്നെങ്കിൽ ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു. എന്നിട്ട് പറഞ്ഞിട്ട് അവിടെ വേദോസം പറയുന്നത് അവന് ദരിദ്രരെ കുറിച്ച് ചിന്തയൊന്നും ഉണ്ടായിട്ടല്ല, അവൻ കള്ളനാകുകൊണ്ടും പണസഞ്ചി അവൻ്റെ പക്കലാകുകൊണ്ടും സ്ഥിരമായിട്ട് അവൻ അതിൻ്റെ അകത്തുനിന്ന് മോഷ്ടിച്ചിരുന്നത് കൊണ്ടും ഈ 200 കൂടെ വന്നായിരുന്നേ അത് കുറച്ചുകൂടെ എടുക്കായിരുന്നു എന്നുള്ള ഒരു ഐഡിയയിലാണ് പുള്ളി ഇത് പറയുന്നത്. അപ്പോൾ കൂടെ നടക്കുമ്പം തന്നെ മോഷണം പതിവായി ചെയ്തുകൊണ്ടിരുന്നൊരു കക്ഷിയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കർത്താവ് പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ട്. മരിച്ചവരെ കേൾപ്പിക്കുന്ന കാണുന്നുണ്ട്, ചെകിടൻ്റെ കാത് തുറക്കുന്ന കാണുന്നുണ്ട്, കണ്ണ് തുറക്കുന്ന കാണുന്നുണ്ട്, എല്ലാം കണ്ടുകൊണ്ട് നടന്ന പുള്ളി കൂടെ നടക്കുകയും പിന്നെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തു. പത്രോസിനെ കുറിച്ച് അങ്ങനെ ഒന്നും പറയാൻ നമുക്കില്ല. നമ്മൾ അവസാനത്തെ ആ ഒറ്റ ആക്ഷൻ്റെ പേരിലാണ് യൂദായെ നീതീകരിക്കാൻ ചിലരെങ്കിലും ശ്രമിക്കുന്നത്. ഇതൊരു കണ്ടിന്യൂസ് പെർപെച്വൽ സിൻ. ഇങ്ങനെ വീണ്ടും 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 ഒന്നിന് പുറകെ ഒന്നായിട്ട് അങ്ങ് കൂട്ടിയിരിക്കും. ദൈവം നോക്കുന്നത് ടോട്ടൽ ലൈഫ്, ഒരു ജീവിതത്തെ മൊത്തമായിട്ട് ദൈവം എടുക്കും. മൊത്തമായിട്ട് ദൈവം എടുത്തുകൊണ്ട് ദ ടോട്ടൽ എംഫസിസ് ഓഫ് ലൈഫ് ദൈവം അതാ നോക്കും. ശൗലിനെ കുറിച്ച് പറഞ്ഞാലും ശൗലിന് ആദ്യം ശമൂവേൽ വരുന്നതിന് മുമ്പ് പുള്ളി കയറി യാഗം കഴിച്ചു അല്ലേ? ഫെലിസ്ത്യർ യുദ്ധത്തിന് വരുന്നു, കൂടുള്ള ആളുകൾ ചെതറിപ്പോകുന്നു, ശമൂവേൽ വരാൻ താമസിക്കുന്നു. പുരോഹിതൻ ചെയ്യേണ്ട ഡ്യൂട്ടി ശൗല് കയറി ചെയ്തു. അത് ആദ്യത്തെ തെറ്റ്. രണ്ടാമത് അമാലേക്കിനെ നിർമൂലമാക്കാൻ പറഞ്ഞു. നിർമൂലമാക്കാൻ പറഞ്ഞേച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പം കാളയും എല്ലാം കൊണ്ടുവന്നു. പിന്നെ അമാലേക്ക് രാജാവായ ആഗാഗിനെയും കൊല്ലാതെ ജീവനോടെ പിടിച്ചു. ശമൂവേൽ വന്ന് ചോദിച്ചു, നീ എല്ലാം ചെയ്തു? ഞാൻ ദൈവം കൽപ്പിച്ചതുപോലെ എല്ലാം ചെയ്തു. അപ്പം ഞാൻ കേൾക്കുന്ന ആ കാളയുടെ മുക്കുറ അതെന്തുവാന്ന് ചോദിച്ചു. പണ്ടേ പറഞ്ഞു, അത് ജനം നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടതിന് അവര് കൊണ്ടുവന്ന പുള്ളിയെ തന്നെ ഹി ഡിസ്റ്റൻസ്ഡ് ഹിംസെൽഫ് ഫ്രം ദ റോങ്. ആ തെറ്റിൽ നിന്ന് തന്നെ അങ്ങ് ഒഴിച്ചു നിർത്തി. ജനങ്ങൾ കൊള്ളാവുന്ന വലിയ കാളയൊക്കെ വെറുതെ എന്ത് നാശിപ്പിക്കുന്നത്, എന്നാൽ കൊണ്ട് യാഗം കഴിക്കരുതെന്ന് കണ്ട് കൊണ്ടുവന്നാണ്. ദൈവം പൂർണ്ണമായ ഒരു ജീവിതത്തെ നോക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വിധി സത്യ അനുസരണമാണ്. ദൈവത്തിൻ്റെ വിധി അവനവൻ്റെ പ്രവൃത്തിക്ക് അനുസരിച്ച്. ഇവിടെ പറയുന്ന ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവം പകരം ചെയ്യും. അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. 6-ാമത്തെ വാക്യം, അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. സ്ഥിരത കൊണ്ട് നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത. ജീവിതത്തിൽ നല്ലതിനോട് തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളു. അങ്ങനെ ഒരു വാക്യം എവിടെയാണ്? തീയതിനെ വെറുത്ത് 12, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളു. അബ്ഹോർ ഈവിൾ എന്നാ പറയുന്നത്. വെറുക്കുക എന്നുള്ളത്, തെറ്റിനെ വെറുക്കുക. നല്ലതിനോട് നന്മ എന്നുള്ള ഒരു ആഗ്രഹം ഹൃദയത്തിലുണ്ട്. ദൈവം ഒരിക്കലും കൈവിടത്തില്ല. അത് വളരെ അച്ചട്ട കാര്യം, തീർച്ചയായ കാര്യം. ഞാൻ എന്തിനാ ചെയ്യുന്നത്? ഇതൊരു നന്മയ്ക്കാണ്. ഇതുകൊണ്ട് 10 പേർക്ക് നന്മ വരണം. എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇൻറ്റൻറ്റ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ ഉദ്ദേശം അറിയുന്ന ദൈവം. ഇത് ഞാനൊരു നന്മയ്ക്കാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു പാട്ട് പാടുന്നത്, ഞാനിന്ന് പ്രസംഗിക്കുന്നത്, ഞാനൊരു ബൈബിൾ ക്ലാസ് എടുക്കുന്നത് എൻ്റെ പുകഴ്ചയ്ക്കല്ല. എനിക്ക് കുറേ ഗ്ലാമറോ പരസ്യമോ പോപ്പുലാരിറ്റിയോ ഒന്നും കൂട്ടാനല്ല. ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം ഓഫ് വാട്ട് ഐ എം ഡൂയിങ് ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് ഫോർ ദ ഗുഡ് ഓഫ് അതർ പീപ്പിൾ. ദൈവത്തിൻ്റെ മഹത്വവും മറ്റുള്ളവരുടെ നന്മയും ഇത് രണ്ടും കാക്ഷിച്ച് ചെയ്യുന്നവർ ദൈവം തീർച്ചയായിട്ടും ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും. ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവം പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യുന്നു. ഇന്ന് ശാഠ്യം പൂണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണ് പിടിച്ചോണ്ട് നിൽക്കുക.
അവർക്ക് എന്തോ കിട്ടുമെന്ന് ശാഠ്യം കൊണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. പിന്നെ 9-ാമത്തെ വാക്യം, തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും. കഴിഞ്ഞ ദിവസം ജോപ്പച്ചാനായിരിക്കും പറഞ്ഞല്ലേ, രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നില്ല വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദനും പിന്നെ യവനും. രക്ഷ വരുമ്പോഴും ആദ്യം യഹൂദനും പിന്നെ മറ്റുള്ളവർക്ക്. ശിക്ഷ വരുമ്പോഴും ആദ്യ യഹൂദനും. അതെന്തോ അതിൻ്റെ കാര്യം? കൂടുതൽ അറിഞ്ഞോനെ കൂടുതൽ ശിക്ഷ. അതാണ് അതിൻ്റെ കാര്യം. അറിയുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ ഇത് അറിയാതിരുന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് നമ്മളെക്കുറിച്ച് പറയുവാൻ ഇടവരുത്. അറിയുന്നത് നല്ലതാണ്. കൂടുതൽ അറിഞ്ഞു പോയാൽ റോമലേഖനത്തിൽ തന്നെ ആയിരിക്കും ലേഖനത്തിൽ ഇഷ്ടം അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നതിന് പാപം തന്നെ, അധികം അടി കിട്ടും. പിന്നെ വേറെ പറയുന്നത്, സഹോദരന്മാരെ നിങ്ങൾ അധികം പേര് ഉപദേഷ്ടാക്കന്മാർ ആകരുത്. യാക്കോബിന്റെ ലേഖനത്തിലാണ്. യാക്കോബ് 3, സഹോദരന്മാരെ അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് 3:1, നിങ്ങളിൽ അനേകം ഉപദേഷ്ടാക്കന്മാരാകരുത്. ഉപദേഷ്ടാക്കന്മാരാകരുതെന്ന് പറഞ്ഞ് അങ്ങ് ഡിസ്കറേജ് ചെയ്യുകയല്ല, പക്ഷെ ഓർത്തോണം, ഇത്രയൊക്കെ പഠിപ്പിച്ചേച്ച് തെറ്റിപ്പോയാൽ കൂടുതൽ അടി കിട്ടുന്നത് ഉപദേഷ്ടാക്കന്മാർ. അപ്പൊ എത്രയും അറിയുന്നു അത്രയും എന്തോന്ന് കൂടുക, റെസ്പോൺസിബിലിറ്റി കൂടുക, ഉത്തരവാദിത്വം കൂടുക. അറിഞ്ഞേച്ച് ചെയ്യുന്നതും അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ എല്ലാവരോടും കൽപ്പിക്കുന്നു. ടൈംസ് ഓഫ് ഇഗ്നോറൻസ് എന്നാണ്. അറിയാതിരുന്ന കാലത്ത് ഇതെല്ലാം പഠിച്ചേച്ച് നമ്മൾ ചെയ്യുമ്പം ഇതുകൊണ്ടാണ്, ഇത് പഠിച്ച് അകത്തോട്ട് കയറുന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല. പഠിച്ചിട്ട് അകത്തോട്ട് കയറുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവും. എത്രയും അറിയുന്നോ അതിനനുസരിച്ച് ജീവിതത്തെ പുതുക്കുക, ജീവിതത്തെ ശുദ്ധീകരിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം യഹൂദനും പിന്നെ യവനും ലഭിക്കും. പിന്നെ പറയുന്ന വലിയൊരു സ്റ്റേറ്റ്മെന്റ്, ഗോഡ് ഈസ് നോ റെസ്പെക്ടർ ഓഫ് പേഴ്സൺസ്. ദൈവത്തിന് എന്തോ ഇല്ല, മുഖപക്ഷമില്ല. ഈ ദിവസത്തിൽ കിടക്കുന്ന ഗോഡ് ഷോസ് നോ പാർഷ്യാലിറ്റി. ദൈവത്തിന് ഒരു പക്ഷാഭേദവും. ദൈവത്തിന് ആരാണെന്നോ എന്താണെന്നോ ഒരു പക്ഷാഭേദം. മനുഷ്യനാണ് ഈ പക്ഷാഭേദം ഉള്ളത്. ദൈവത്തിന് യാതൊരു പക്ഷാഭേദവും. ദൈവം ആളിൻ്റെ വലിപ്പമോ പൊക്കമോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അവരുടെ കുലമഹിമയോ അവരുടെ ഉദ്യോഗ പദവിയോ ഒന്നും നോക്കിയല്ല ദൈവത്തിൻ്റെ പക്കൽ യാതൊരു മുഖപക്ഷവുമില്ല. ദൈവത്തിൻ്റെ വിധി ഒരു മുഖപക്ഷവും ഇല്ലാത്തതായിട്ടുള്ള വിധിയാണ്. God's judgment is impartial. God shows no partiality. അതുകൊണ്ട് യഹൂദന്മാർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒന്നും ദൈവം കൊടുക്കുന്നില്ല. ഈ യഹൂദന്മാർ കുറച്ചുകൂടെ നിയമം അറിഞ്ഞതുകൊണ്ട് അവരുടെ തെറ്റ് കുറച്ചുകൂടെ, നമ്മളാണെങ്കിലും അങ്ങോട്ട് പോകുന്നുണ്ട്, സാറേ ഇത് വൺ വേ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ടാണ് കയറി വന്നേ എന്ന് പറയുന്നത് അല്ലേ, അതിനൊരു കൺസെഷൻ കിട്ടുമല്ലോ. ഇത് വൺ വേ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് കയറി വന്നു. അപ്പോൾ ഇവിടുത്തെ കാരനാന്ന് ചോദിക്കുക, ഞാനങ്ങ് എറണാകുളത്തുനിന്ന് വരുന്ന ഇവിടുത്തെ വൺ വേ അറിഞ്ഞില്ല. കോഴഞ്ചേരിക്കാരൻ കോഴഞ്ചേരിയിലെ വൺ വേ തെറ്റിച്ചാലോ? ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ പക്കൽ ഒരു മുഖപക്ഷവുമില്ല. പിന്നെ താഴോട്ട് വരുമ്പോൾ ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെ ഈ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്ര നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്തവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തുകൊണ്ട്
അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ദൈവത്തിൻ്റെ ഗോഡ് ജഡ്ജസ് ദ സീക്രട്സ് ഓഫ് മാൻ. ദൈവം മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കും. ദൈവത്തിന് മുമ്പിൽ ഒരു രഹസ്യവും ഉണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം എന്താ പറയുന്നത്? 10-ാമത്തെ വാക്യം നമുക്കറിയാമായിരിക്കും. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേറൊടിയും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. താഴോട്ട് വരുമ്പോൾ അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ മുമ്പാകെ. എവ്രിതിങ് ഈസ് ലെയ്ഡ് അൺകവേർഡ്. എല്ലാം അവൻ്റെ മുമ്പിൽ മറവില്ലാതെ കിടക്കും. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. അപ്പം ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന യാതൊരു സൃഷ്ടിയും. ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ എന്തെല്ലാം ചിന്തകളുണ്ട്, എന്തെല്ലാം രഹസ്യങ്ങളുണ്ട്, സകല രഹസ്യങ്ങളെയും ദൈവം ന്യായം വിധിക്കും. ദൈവത്തിൻ്റെ വിധിയുടെ 3 പ്രത്യേകതകളാണ്. ഒന്ന്, ഗോഡ്സ് ജഡ്ജ്മെന്റ് ഈസ് അക്കോർഡിംഗ് ടു ട്രൂത്ത്. ഗോഡ്സ് ജഡ്ജ്മെന്റ് ഈസ് അക്കോർഡിംഗ് ടു ഡീഡ്സ്. ഗോഡ് ജഡ്ജസ് ദ സീക്രട്സ് ഓഫ് മാൻ. ദൈവം മനുഷ്യന്റെ രഹസ്യങ്ങളെ ന്യായം വിധിക്കുന്ന ദൈവം. ഒന്നും അവന് മറവായിരിക്കുന്നില്ല. മുമ്പേ ഞാൻ പറഞ്ഞത് തോട്ട്സ് ആൻഡ് ദ ഇന്റൻസ് ഓഫ് ഹാർട്ട്. മനുഷ്യന്റെ ചിന്തകളും മനുഷ്യന്റെ ഉദ്ദേശങ്ങളെയും ദൈവം ന്യായം വിധിക്കും. അത് ആരോടാ പറയുന്നത്? പ്രത്യേകിച്ച് യഹൂദന്മാരോടാ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം ഒന്ന് എടുത്താണ്. അതൊരു